എൻ്റെ ബാക്കിൽ കാണുന്ന ആ പ്ലേസിലോട്ട് ഞാൻ കയറാനായിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ താഴ്ന്ന് കയറി വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. എന്നാൽ അത് കയറി കഴിഞ്ഞ് അതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് എനർജി റേസ് ചെയ്തതിന് ശേഷം ഇറങ്ങി വന്നപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു. കാരണം ഒട്ടുമേ പാടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമുക്ക് ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഒരു ടഫായിട്ടുള്ള കാര്യം വരുന്നത്. അതേസമയം അത് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പം നമുക്ക് അത് ഇത്രയേ ഉള്ളായിരുന്നു. കാരണം ഇപ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പം ഇത്ര ഈസി ആയിരുന്നു അവിടെ കയറി ഇറങ്ങാനായിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. നമ്മുടെ ലൈഫുകളെല്ലാം ഇത് തന്നെയാണ്. നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസുകൾ ഉണ്ടാകും. ആളുകൾ പറയും അയ്യോ അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ. നമ്മളതൊന്നും നോക്കരുത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് നമ്മളത് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ എനർജി കൂട്ടാനായിട്ട് പറ്റുന്നത്. നമ്മുടെ എനർജി കൂടുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിയാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പമാകും. സോ ഇങ്ങനൊരു നല്ലൊരു ഹാപ്പി ഡേ ഞാൻ തന്നെ എനിക്ക് വേണ്ടി കൊടുത്തതാണ്. കാരണം എല്ലാത്തിൽ നിന്നും നമുക്ക് വിടുമ്പോഴാണ് നമുക്ക് ഒരുപാട് പുതിയ പുതിയ ഐഡിയാസൊക്കെ വരുന്നത്. ഇപ്പം ഞാൻ ടോട്ടലി ബ്ലാങ്കാണ്. പക്ഷേ എന്നാൽ ഞാൻ ഇവിടെ നിന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ഇവിടെ കണ്ട പല കാര്യങ്ങളും ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പുതിയ ആളുകളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഫോറിനേഴ്സ് ആണെങ്കിലും ഒക്കെ പരിചയപ്പെടാൻ പറ്റുമ്പോൾ എനിക്ക് അവരോട്ടൊക്കെ ഒരു പോസിറ്റീവായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനും ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. ഇതെനിക്ക് തോന്നുന്നത് വളരെ ഒരു മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെയും ഇവിടെ വന്നിട്ടില്ലായിരുന്നു. എനിക്ക് അതിനുള്ളൊരു ചാൻസും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ചാൻസ് കിട്ടിയ സമയത്ത് ഞാൻ മിസ് ചെയ്തില്ല. അത് ഞാനത് യൂട്ടിലൈസ് ചെയ്തു. സോ താങ്ക് യു സോ മച്ച്.